ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ കഴിഞ്ഞ AMVAക്ക് വിളിച്ചിട്ടുള്ള AMVAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓട്ടോമൊബൈലിൻ്റെ പാർട്ടിലെ ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, പല പല ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ്, ഓട്ടോമൊബൈൽ പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈലിൻ്റെ ലാസ്റ്റത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ മോഡേൺ ടെക്നോളജീസ്, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റത്തെ ഒരു 10 മാർക്ക് വരുന്നത്. സോ അതിൽ നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എന്തായിട്ടുണ്ടായിരുന്നു, ക്യാൻസലായി പോകേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, കാരണം എന്ന് പറയുന്നത് പല പല ടെക്നോളജികളുടെയും ആൻസേഴ്സ് വരുന്ന സമയത്ത് ഒരേ ആൻസേഴ്സ് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ക്യാൻസലായ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ക്യാൻസലായി എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തിട്ട് പോവാം. സോ AMVAന്റെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് മെന്റർഷിപ്പോട് കൂടിയിട്ട് ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CCയിൽ കോൺടാക്ട് ചെയ്യാം. CCയിൽ ഓൾറെഡി AMVAയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, CCയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ലൈസൻസിങ് അതോറിറ്റി മേ റിഫ്യൂസ് ടു ഇഷ്യൂ എ കണ്ടക്ടേഴ്സ് ലൈസൻസ്. ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ഒരു കണ്ടക്ടർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് റിഫ്യൂസ് ചെയ്യാൻ കഴിയും. എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. അത് എന്താണെന്നുള്ളതാണ്, എന്തുകൊണ്ടൊക്കെ റിഫ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് ദ അപ്ലിക്കന്റ് ഡസ് നോട്ട് പൊസസ് ദ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഒരു കണ്ടക്ടർ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അവരുടെ ലൈസൻസ് അതിനുള്ള അപ്ലിക്കേഷന് അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാം. രണ്ടാമത്, ഇഫ് ദ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി അപ്ലിക്കന്റ് ഡിസ്ക്ലോസസ് ദാറ്റ് ഈസ് ഫിസിക്കലി അൺഫിറ്റ് ടു ആക്ട് ആസ് എ കണ്ടക്ടർ. ഇപ്പോൾ കണ്ടക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അയാൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് തെളിയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കലി അൺഫിറ്റ് ആണ്, ആ കണ്ടക്ടറുടെ ഡ്യൂട്ടീസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് പുള്ളിക്കില്ല, അയാൾക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കണ്ടക്ടർ ലൈസൻസിനുള്ള അപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇഫ് എനി പ്രീവിയസ് കണ്ടക്ടർ ലൈസൻസ് ഹെൽഡ് ബൈ ദി അപ്ലിക്കന്റ് വാസ് റിവോക്ഡ്. അപ്പൊ ഇതിന്റെ മുന്നേ എടുത്തിട്ടുള്ള കണ്ടക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, റിവോക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓപ്ഷൻ സി. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൾ ഓഫ് ദി അബോവ്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എയും ബിയും സിയും ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത് മൂന്നും ഇതാണ് ഇതിന്റെ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈസൻസിങ് അതോറിറ്റി മേ റിഫ്യൂസ് ടു ഇഷ്യൂ എ കണ്ടക്ടേഴ്സ് ലൈസൻസ്. കണ്ടക്ടർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ റിഫ്യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പൊ നമ്മളുടെ PSCയിലെ ആൻസർ കീ വരുന്ന പ്രകാരം ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം അതായത് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മുന്നേ ഉള്ള ലൈസൻസ് എന്തെങ്കിലും കാരണവശാൽ റീവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനോ പാടുള്ളതല്ല. അതേപോലെ തന്നെയാണ് എന്താ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അൺഫിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. സോ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Which of the following is one of the major exhaust emissions from CI engines compared to SA engines? ഇതൊരു ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് CI എഞ്ചിനും SA എഞ്ചിനും കമ്പയർ ചെയ്യുന്ന സമയത്ത്, CI എഞ്ചിൻസും SA എഞ്ചിൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് മേജർ ആയിട്ടുള്ള എക്സോസ്റ്റ് എമിഷൻ, ഇതിൽ മെയിൻ ആയിട്ടുള്ള എമിഷനിൽ പോകുന്ന മേജർ കണ്ടന്റ് ഏതാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണോ, പാർട്ടിക്കുലേഴ്സ് ആണോ, CO and CO2 ആണോ, അൺബേൺഡ് ഹൈഡ്രോ കാർബൺ ആണോ എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റിന് അൺബേൺഡ് ഹൈഡ്രോ കാർബൺ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കാർബൺ മോണോക്സൈഡ് എന്തായാലും ഇതിൽ വരുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയിട്ടാണ് വിടുന്നത്. അപ്പൊ അങ്ങനെ ആൻസറിന് സാധ്യത 2-3 വരുന്നത് കാരണം ഈ ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു PSC. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പോവാണ്. ഫോർ വാട്ട് പർപ്പസ് ഈസ് റോഡിയം ഈസ് യൂസ്ഡ്. എന്ത് പർപ്പസിലാണ് റോഡിയം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഡയറക്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്.
വാട്ട് പർപ്പസ് ഈസ് റോഡിയം യൂസ്ഡ്, ഇത് എവിടെയാണ് റോഡിയം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരാൾക്ക്, കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിയം എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമൊബൈലിൽ ഏത് ഭാഗത്ത് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ഇതിനൊരു സാധ്യത വരുന്നത്, യൂസ് ചെയ്യുന്ന സാധ്യത വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ടു റെഡ്യൂസ് ഓപ്ഷൻസ് നോക്കാം. ടു റെഡ്യൂസ് CO ആൻഡ് HC, ടു റെഡ്യൂസ് NOx, ടു റെഡ്യൂസ് CO, ടു റെഡ്യൂസ് HC. എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയേക്കുക. ഇത് കാറ്റലറ്റിക് കൺവേർട്ടർ ഉണ്ടല്ലോ, നമ്മുടെ എക്സോസ്റ്റിലുള്ള കാറ്റലറ്റിക് കൺവേർട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മൾ റോഡിയം യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഓക്സിഡൈസേഷനും റിഡക്ഷനും നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം ഈ 3 മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ നമുക്ക് കാണാൻ പറ്റുക. ഒരു 3-വേ കാറ്റലറ്റിക് കൺവേർട്ടർ ആണെങ്കിൽ ആദ്യ കാലങ്ങളിൽ 2-വേ കാറ്റലറ്റിക് കൺവേർട്ടർ ആയിരുന്നു, പിന്നെ അത് 3-വേ കാറ്റലറ്റിക് കൺവേർട്ടർ ആയി. ഇപ്പോൾ പ്ലാറ്റിനം, അതോടൊപ്പം തന്നെ പലേഡിയം, അതോടൊപ്പം തന്നെ റോഡിയം, ഈ 3 മെറ്റീരിയൽസ് ആണ് നമുക്കുള്ളത് അല്ലെ. പ്ലാറ്റിനം, പലേഡിയം ഓക്സിഡൈസേഷന് വേണ്ടിയും റോഡിയം റിഡക്ഷന് വേണ്ടിയിട്ടും ആണ് യൂസ് ചെയ്യുന്നത്. സോ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ് റെഡ്യൂസ് ചെയ്യുന്നതാണോ, NOx റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ചെയ്യുന്നതാണോ, ഹൈഡ്രോ കാർബൺസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ എന്തുപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ NOx, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ കാറ്റലറ്റിക് കൺവേർട്ടറിൽ റോഡിയം യൂസ് ചെയ്യുന്നത്. ഇവിടെ കാറ്റലറ്റിക് കൺവേർട്ടർ ഒന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് ഒറ്റ ചെറിയ ഒരു സെന്റൻസിലാണ് ആ ക്വസ്റ്റ്യന് അവർ വെച്ചത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുക്കണം എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ കാറ്റലറ്റിക് കൺവേർട്ടർ എന്താണെന്നും കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും, ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ ഉണ്ടെങ്കിൽ ഈ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് CC എഴുതി. കാറ്റലറ്റിക് കൺവേർട്ടർ ഉണ്ട്. ഈ കാറ്റലറ്റിക് കൺവേർട്ടറിലോട്ട് വരുന്ന ഗ്യാസസ്, നമ്മളുടെ എഞ്ചിനിൽ നിന്നുള്ള വരുന്ന ഗ്യാസസ് ഉണ്ടാവുമല്ലോ, അതായത് എന്തൊക്കെയാണോ, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവും, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്തെല്ലാമായിട്ട് കാർബൺ മോണോക്സൈഡിന് കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും, അതേപോലെ തന്നെ H2 ആയിട്ട് മാറും, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അത് മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതും കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ വർക്കിങ്ങും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആയിരിക്കും. ടു റെഡ്യൂസ് NOx ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മൂവിങ് ടു 4th ക്വസ്റ്റ്യന്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം? നമ്മൾ MPFI എന്ന് ഷോർട്ട് ഫോം ഇട്ട് വിളിക്കലുണ്ട് അല്ലെ. MPFI, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇതില് ടൈപ്സ് ആണ് ചോദിച്ചില്ലേ. ഫസ്റ്റ് ഓപ്ഷൻ A പോർട്ട് ഇഞ്ചക്ഷൻ, ഓപ്ഷൻ B ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, ഓപ്ഷൻ C പോർട്ട് ആൻഡ് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, ഓപ്ഷൻ D നൺ ഓഫ് ദി മെൻഷൻഡ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? MPFIന്റെ ടൈപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ചെയ്യേണ്ടത്, 2 ആൻസേഴ്സ് എന്തായിട്ട് വരും, കറക്റ്റ് ആയിട്ട് സാധ്യതയിൽ വരും. അപ്പൊ നമ്മൾ വേഗം പോർട്ട് ഇഞ്ചക്ഷൻ എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, ആ പോർട്ട് ഇഞ്ചക്ഷനിൽ കുത്തും. ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴും ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷനിൽ ആൻസർ മാർക്ക് ചെയ്യും പെട്ടെന്ന് നോക്കുമ്പോൾ. പക്ഷേ ഇവിടെ പോർട്ട് ആൻഡ് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ ഓപ്ഷൻ C ആയിട്ട് ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ PSCയുടെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, പോർട്ട് ആൻഡ് ത്രോട്ടിൽ ബോഡി. അപ്പോൾ ഇത് സംശയം ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഡൗട്ട് ഉണ്ടാകേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. പോർട്ട് ഇഞ്ചക്ഷൻ വരുന്നുണ്ട്, ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷനും വരുന്നുണ്ട് അല്ലെ. അപ്പോൾ C ആണ്. അല്ലെങ്കിൽ ഇവിടെ ബോത്ത് ആൻഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ കാണാതെ പഠിക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി എന്താണ് MPFI എഞ്ചിന്, അതേപോലെ തന്നെ എന്താണ് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ, എന്താണ് പോർട്ട് ഇഞ്ചക്ഷൻ അല്ലെ, കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്, എവിടേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലോട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ബൈ മീൻസ് ഓഫ് EFI systems one can achieve the precise control of. By means of EFI system, electronic fuel injection systems, one can achieve the precise control of fuel injection quality, injection rate during various stages of injection, injection pressure during injection, all are the mentioned. അപ്പോൾ നമ്മളെ EFI സിസ്റ്റംസിൽ അല്ലെ എന്താണ് ഈ പ്രിസൈസ്, നമ്മളെ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ അല്ലെ, ആ സാധനങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന സാധനങ്ങൾ, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അത് മെഷർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. സോ ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാളിറ്റി നോക്കും, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ റേറ്റ് ഡ്യൂറിങ് ദി വേരിയസ് സ്റ്റേജസ് ഓഫ് ഇഞ്ചക്ഷൻ നോക്കും, ഇഞ്ചക്ഷൻ പ്രഷർ ഡ്യൂറിങ് ഇഞ്ചക്ഷൻ അതും നോക്കും അല്ലെ, പ്രഷർ നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കും, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജുകളിലുള്ള ഇഞ്ചക്ഷന്റെ റേറ്റ് കാര്യങ്ങൾ, സ്പീഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരിക. ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും കറക്റ്റ് ആൻസർ. 5th ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു 6th ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മളെ AMVA എക്സാം ഇനി അടുത്ത ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നടക്കാൻ പോകും. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാനുണ്ട്.
അപ്പോൾ AIMVയുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പുതിയതായിട്ട് CCയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആർ ജനറലി പവേർഡ് ബൈ. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആർ ജനറലി പവേർഡ് ബൈ. ഇത് കഴിഞ്ഞ തവണ ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അലുമിനിയം ബാറ്ററീസ്, ലെഡ് ആസിഡ് ബാറ്ററീസ്, സോഡിയം ബാറ്ററീസ്, മഗ്നീഷ്യം ബാറ്ററീസ് അല്ലെ. ഇതിലിപ്പോൾ ലിഥിയം ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, ലിഥിയം ബാറ്ററി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ആൻസർ. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആർ ജനറലി പ്രൊവൈഡഡ് ബൈ. പക്ഷേ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ ഇതിൽ നിന്ന് ആൻസറിൽ എന്ത് ചെയ്യാം, ലിഥിയം അയൺ ബാറ്ററീസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ഈ ലിഥിയം അയൺ ബാറ്ററി തന്നെ ആയിരുന്നു വന്നിരുന്നത് പ്രൊവിഷണൽ ആൻസർക്ക് വന്നപ്പോൾ വന്നിരുന്നത്. പക്ഷേ ലിഥിയം അയൺ ബാറ്ററീസ് മാത്രമല്ല, സോഡിയം ബാറ്ററി, മഗ്നീഷ്യം ബാറ്ററീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചില ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉണ്ടെന്നും, പിന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലെഡ് ആസിഡിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ആണ്. കൂടുതൽ ലിഥിയം അയൺ ആണ്. ലെഡ് ആസിഡ് ചില വാഹനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ക്യാൻസൽ ആയി പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലെഡ് ആസിഡ് ഇത് ഒഴിവാക്കിയിട്ട് ദ മോസ്റ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആർ യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിഥിയം അയൺ ബാറ്ററീസ് നമുക്ക് വെക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യന് കറക്റ്റ് നോക്കുക, ഓപ്ഷൻ കറക്റ്റ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ പിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വെൻ വാസ് ദ ഫസ്റ്റ് ഇലക്ട്രിക് കാർ ഇൻവെന്റഡ്? വെൻ വാസ് ദ ഫസ്റ്റ് ഇലക്ട്രിക് കാർ? ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്നാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1830, ഓപ്ഷൻ ബി 1985, ഓപ്ഷൻ ഡി 1832, ഓപ്ഷൻ ഡി 1945. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വർഷമാണ്, കാണാതെ അറിഞ്ഞിരിക്കണം കുറെ കാര്യങ്ങളിൽ. അപ്പോൾ 1832. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇലക്ട്രിക് കാർ കണ്ടെത്തിയത് 1832, 1832 വർഷത്തിലാണ് ഫസ്റ്റ് ഇലക്ട്രിക് കാർ ഇൻവെന്റ് ആയത്, കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇൻ കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, വെരി ഹൈ ഇഞ്ചക്ഷൻ പ്രഷർ ഓഫ് ഓർഡർ ഓഫ് ഡാഷ് ബാർ. ഓപ്ഷൻ എ 1000 ബാർ, ഓപ്ഷൻ ബി 1500, ഓപ്ഷൻ സി 2000, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി മെൻഷൻഡ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, CRD അല്ലെ, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം, ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഇഞ്ചക്ഷൻ പ്രഷർ എത്രയായിരിക്കുന്നതാണ്? 1000 ആണോ, 1500 ആണോ, 2000 ആണോ, ഇത് ചില ബുക്കുകളിൽ നോക്കുന്ന സമയത്ത് ഇൻ ദ റേഞ്ച് ഓഫ് എന്നാണ് പറയാറുള്ളത്. ഓപ്ഷൻ PSCയുടെ ആൻസർ ഈ പ്രകാരം ഓപ്ഷൻ ബി ആണ്, 1500 ആണ് ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. ഇതിന്റെ ആൻസർ 1500 ബാർ പ്രഷർ ആയിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഇൻ MPFI ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ദ ഡാഷ് സെൻസർ സെൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദി എൻജിൻ സ്പീഡ് സെൻസർ, ഇഗ്നിഷൻ സെൻസർ, എയർ ഫ്ലോ സെൻസർ, എയർ മാസ് സെൻസർ. അതിൽ MPFI ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റത്തിൽ ഏത് സെൻസറാണ് എൻജിൻ സ്പീഡിന്റെ ഇൻഫർമേഷൻസ് ഇതിലോട്ട് ECUലോട്ട് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. സ്പീഡ് സെൻസർ ആണോ, ഇഗ്നിഷൻ സെൻസർ ആണോ, എയർ ഫ്ലോ സെൻസർ ആണോ, എയർ മാസ് സെൻസർ ആണോ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ഇഗ്നിഷൻ സെൻസർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നമ്മൾ ഓട്ടോമൊബൈൽ ഭാഗങ്ങളിലെ 40 ക്വസ്റ്റ്യൻസിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസസ് എ ഫോട്ടോകെമിക്കൽ സ്മോഗ്? ഫോട്ടോകെമിക്കൽ സ്മോഗ് താഴെ പറയുന്നവർ ഏതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകാനുള്ള കാരണം ആകുന്നത്? കോസ് എക്സസ് O2, സഫിക്സ് 2 ആണ്, എക്സസ് O2, CO and CO2, സൂട്ട് ആൻഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ, NOx ആൻഡ് ഹൈഡ്രോകാർബൺസ്. ഈ താഴെ പറയുന്നവരിൽ ഏതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമാകുന്നത് എന്നുള്ളതിന് കേട്ടോ. അപ്പോൾ ആൻസർ NOx ആൻഡ് ഹൈഡ്രോകാർബൺസ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ഹൈഡ്രോകാർബൺസും ആണ് അതിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമൊബൈൽ പാർട്ടിൽ നിന്നുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ AIMV എക്സാമിന് നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളത് മെക്കാനിക്കൽ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നും ലോസിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ AIMVയുടെ മറ്റ് സെക്ഷൻസും അതേപോലെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണും വരെ ഓക്കെ, താങ്ക് യു.